പാമ്പിന്റെ ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മളൊന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോൾ വളരെ ചൂട് കൂടുതലായിട്ടുള്ളത് കൊണ്ട് പാമ്പിന്റെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ പാമ്പ് നമ്മുടെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്ത് നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടിപ്പുകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മുരിങ്ങ മരത്തിന്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് വൈദ്യൻ പറഞ്ഞു തന്ന ടിപ്പ്. പലരും വെളുത്തുള്ളി വെള്ളത്തിൽ കലക്കിയിട്ട് അത് തെളിക്കാറാണ് പതിവ്. എന്നാൽ ഇതേപോലെയാണ് പഴമക്കാര് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആ മുരിങ്ങ മരത്തിന്റെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 വെളുത്തുള്ളി ചതച്ചത് അതിന്റെ തോലടക്കം ഇട്ട് കൊടുത്തിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് മുറ്റത്തും പരിസരത്തും ഒക്കെ ഇത് തെളിച്ചു കഴിഞ്ഞാൽ പാമ്പിന്റെ ശല്യം ഒരുവിധം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഴജന്തുക്കൾ വരാൻ സാധ്യതയുള്ള പരിസരത്തും അതേപോലെ തന്നെ മുറ്റത്തുമൊക്കെ ഇത് തെളിച്ചു കൊടുത്താൽ രാത്രി കാലങ്ങളിൽ വീടിന്റെ പുറകുവശത്തും അതേപോലെ തന്നെ ബാത്റൂമിന്റെ സൈഡിലുമൊക്കെ ഇതൊന്ന് നല്ലതുപോലെ തളിച്ചു കൊടുക്കണം. ഒരുവിധം ഇഴജന്തുക്കളൊക്കെ അകന്നു പോയിക്കോളും. അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കായമാണ്. അതായത് നമ്മൾ കറിയ്ക്കും അതേപോലെ തന്നെ സാമ്പാറിനൊക്കെ എടുക്കുന്ന കായമാണിത്. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഈ ഒരു വെള്ളം ചൂടാകുമ്പോൾ തന്നെ ഈ ഒരു കായം നന്നായിട്ട് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരുവിധം ഒന്ന് അലിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഇപ്പോൾ ചൂട് കൂടുതലായിട്ടുള്ളത് കൊണ്ട് പാമ്പുകൾ മാളത്തിൽ നിന്നും നമ്മുടെ വീട്ടിലേക്കും അതേപോലെ തന്നെ വീടിന്റെ പരിസരത്തുമൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മിക്സ് ഇതേപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സൂചി എടുത്തിട്ട് അത് തീയിൽ കാണിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ജനലിന്റെ സൈഡിലും അതേപോലെ തന്നെ വാതിലിന്റെ സൈഡിലുമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാതിലുകളുടെ സൈഡിലുമൊക്കെ ചെറിയ ചെറിയ അതേപോലെയുള്ള ഹോൾസ് ഉണ്ടാകും. ആ സ്ഥലത്തെല്ലാം ഇതേപോലെ ഒന്ന് തെളിച്ചു കൊടുക്കണം. പിന്നെ വീടിന്റെ റൂഫിലുമൊക്കെ ഇത് തെളിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. അതേപോലെ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ആ ഒരു വെള്ളം നമ്മുടെ വീടിന്റെ പരിസരത്തുമൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ 2 ടിപ്പുകളും ചെയ്ത് നോക്കണം. അതിൽ ആ ഒരു സ്മെല്ല് കൊണ്ട് പാമ്പുകളും അതേപോലെ തന്നെ ഇഴജന്തുക്കളും ഒക്കെ അകന്നു പോയിക്കോളും. അപ്പോൾ ഈ 2 ടിപ്പുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.